അയോധ്യയിൽ രാമജന്മഭൂമിക്ക് സമീപം ഭക്തഹനുമാൻ കുടികൊള്ളുന്ന ഇടമാണ് ഹനുമാൻഗഡി. ശ്രീരാമനാമം ആലേഖനം ചെയ്ത തുളസിമാലയണിഞ്ഞ അഞ്ജനാപുത്രനെ വണങ്ങിയ ശേഷമാണ് അയോധ്യയിലെത്തുന്ന ഭക്തർ രാമദർശനം നടത്തുന്നത്. ഈ പടവുകൾ കയറി വേണം ഭക്തഹനുമാൻ നിലകൊള്ളുന്ന ഹനുമാൻഗഡിയിലേക്ക് എത്താൻ. അയോധ്യയ്ക്ക് സംരക്ഷണമേകുന്ന ഹനുമാൻഗഡിയിലെത്തി അനുഗ്രഹവും അനുവാദവും തേടിയാണ് ഭക്തർ രാമദർശനത്തിനൊരുങ്ങുന്നത്. ശ്രീരാമന്റെ കോട്ടയ്ക്ക് സംരക്ഷണമൊരുക്കുന്ന ഹനുമാൻഗഡി 76 പടിക്കെട്ടുകൾക്ക് മുകളിൽ ക്ഷേത്രനഗരി മുഴുവൻ കാണാൻ സാധിക്കുന്ന കോട്ട. വനവാസത്തിന് ശേഷം അയോധ്യയിൽ മടങ്ങിയെത്തിയ ശ്രീരാമൻ തന്റെ ഭക്തനായ ഹനുമാന് ഇവിടെ താമസിക്കാൻ അനുവാദം നൽകിയെന്നാണ് വിശ്വാസം. ഒരു നിമിഷം പോലും തന്റെ പ്രഭുവിൽ നിന്ന് അകന്നിരിക്കാൻ സാധിക്കാത്ത ഹനുമാൻ സ്വാമി രാമജന്മഭൂമിക്കും രാംകോട്ടിനും കാവലായി ഇവിടെ ഹനുമാൻഗഡിയിൽ കുടികൊള്ളുന്നു. അതുകൊണ്ട് തന്നെ സരയൂ സ്നാനവും ആഞ്ജനേയന്റെ അനുവാദവും വാങ്ങിയ ശേഷമാണ് അയോധ്യയിലെത്തുന്ന ഭക്തർ രാമദർശനം നടത്തുന്നത്. और ये हनुमानगढ़ी पूरी अयोध्या की रक्षा के लिए ही नहीं बल्कि भगवान राम जहाँ जहाँ रहे हैं उनके साथ हनुमान जी जरूर रहे। और अब इनके लिए तो आज से नहीं अनादिकाल से हनुमान जी की स्थापना हुई। विशेष रूप से ये हनुमानगढ़ी जो है ये अयोध्या रक्षा के लिए सर्वप्रथम हनुमान जी को यहाँ ഭക്ത ഹനുമാനും പിറകിൽ രാമലക്ഷ്മണന്മാരും സീതാദേവിയുമാണ് പ്രതിഷ്ഠ. വെള്ളിക്കൊത്തുപണികളാൽ മനോഹരമായി അലങ്കരിച്ച വാതിലുകൾ, ചുമരുകളിൽ ആലേഖനം ചെയ്ത ഹനുമാൻ ചാലിസ. വിക്രമാദിത്യ രാജാവ് അയോധ്യ നഗരം പുനർനിർമ്മിച്ചപ്പോഴാണ് ഹനുമാൻഗഡി ഉൾപ്പെടെ 35-ലധികം ക്ഷേത്രങ്ങൾ വീണ്ടും കെട്ടിപ്പടുത്തത്. ശ്രീരാമ വിജയത്തിന്റെ പ്രതീകമായ വിജയസ്തംഭം ഉൾക്കൊള്ളുന്ന ഹനുമാൻഗഡിയും നേരത്തെ നിരവധി തവണ അധിനിവേശ ശക്തികളുടെ ആക്രമണത്തിനിരയായിട്ടുണ്ട്. നിരവധി അധിനിവേശങ്ങൾ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് രാമജന്മഭൂമിയിലെ ഹനുമാൻഗഡി നിലകൊള്ളുന്നത്. അയോധ്യയിലെ ഹനുമാൻഗഡിക്ക് മുൻപിൽ നിന്നും വിവേക് നേമത്തിനൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം.